Hello everyone. So, നമ്മുടെ ക്ലാസ് 3 EVSൽ എൻ്റെ മക്കൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. അതുകൂടാതെ തന്നെ ഇന്നത്തെ ലൈവിൻ്റെ കാര്യം ആരും മറന്നിട്ടുണ്ടായിരിക്കില്ല എന്ന് മിസ്സിന് തോന്നുന്നു. അപ്പോൾ ഇന്ന് കറക്റ്റ് 7:30 നമ്മുടെ ചാനലിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ക്ലാസ് 3 EVSലെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും ഇന്ന് കറക്റ്റ് 7:30 നമ്മുടെ ചാനലിലോട്ട് വരാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഫുഡിൻ്റെ ബേസിൽ ഓരോ ജീവികളെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെയായിരുന്നു അത്? ഹെർബിവോസ്, കാർണിവോസ് ആൻഡ് ഒംനിവോസ് അല്ലെ? സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ, ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതായത് കാർണിവോസ് ആണെങ്കിൽ അവർക്ക് അതുപോലെ കൂർത്ത പല്ലുണ്ടായിരിക്കും, കൂർത്ത നഖങ്ങൾ ഉണ്ടായിരിക്കും. ഹെർബിവോസ് ആണെങ്കിലോ അവർക്ക് ച്യൂയിങ് ടൈപ്പ് ഓഫ് ടീത്ത് ആയിരിക്കും ഉണ്ടാവുക, അങ്ങനെ ചവച്ചരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടീത്ത് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് കാർണിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസാഹാരികളാണ്. ലൈക്ക് ടൈഗർ, ലയൺ, ലെപ്പേർഡ്, ഇതൊക്കെ എന്താണ്? മാംസാഹാരികളാണ്. അവർ മീറ്റ് ആണ് പ്രിഫർ ചെയ്യുക കഴിക്കാൻ. സോ കാർണിവോസ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദെയർ പ്രേ എന്ന് പറഞ്ഞാൽ ഇരയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ടായിരിക്കും? ഷാർപ്പായിട്ടുള്ള നെയിൽസ് ഉണ്ടായിരിക്കും, നല്ല കൂർത്ത നഖങ്ങൾ ഇതുപോലെ ഉണ്ടായിരിക്കും. ദെൻ ദേ യൂസ് ദെയർ ഷാർപ്പ് pointed teeth to bite and tear their prey. അതായത് ഇവർക്ക് ഈ ഷാർപ്പായിട്ടുള്ളതും പോയിന്റഡ് ആയിട്ടുള്ള ടീത്ത് ആയിരിക്കും, വലിയ കോന്ത്രം പല്ലുകൾ ഉണ്ടായിരിക്കും ഇതുപോലെ. അപ്പോൾ ഈ പല്ലുകളെല്ലാം ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഇരകളെ കീറി മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു. അപ്പോൾ അതുപോലെ ആയിരിക്കും കാർണിവോസിൻ്റെ ബോഡി ഉണ്ടായിരിക്കും. ഷാർപ്പായിട്ടുള്ള ടീത്ത് ഉണ്ടായിരിക്കും, പോയിന്റഡ് ആൻഡ് ഷാർപ്പായിട്ടുള്ള ടീത്ത് ആൻഡ് ഓൾസോ ഷാർപ്പായിട്ടുള്ള നെയിൽസ് ഉണ്ടായിരിക്കും, നല്ല കൂർത്ത നഖങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ കാർണിവോറസ് ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ടായിരിക്കും. അതായത് മീറ്റ് മാത്രം കഴിക്കുന്ന ചില പക്ഷികൾ ഉണ്ടായിരിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈഗിൾ, പരുന്ത്. അപ്പോൾ പരുന്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചുണ്ട് എങ്ങനെയാണ്? നമ്മുടെ സാധാ കാക്കേൻ്റെ പോലെയും അതുകൂടാതെ നമ്മുടെ കൊക്കിനെ പോലെയൊക്കെയാണ് അവരുടെ ചുണ്ടുള്ളത്? അല്ല, അവർക്ക് നല്ല കൂർത്ത കേർവ്ഡ് ആയിട്ടുള്ള ബീക്കായിരിക്കും ഉണ്ടാവുക. സോ ദേ ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ വിത്ത് ദെയർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്ക്. അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതും വളരെ ഷാർപ്പ് ആയിട്ടുള്ള ബീക്ക് ഉണ്ടായിരിക്കും. ദെൻ ദ സ്ട്രോങ് ലെഗ്സ്, their sharp bent claws help them to gathering food. അവർക്ക് ഇങ്ങനെ കൂർത്ത നഖങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ പരുന്ത് നല്ല ഹൈറ്റിൽ വന്ന് കുഞ്ഞു കോഴിക്കുട്ടികളൊക്കെ റാഞ്ചി കൊണ്ടുപോകും. എങ്ങനെയാണ് അത് പിടിച്ചു കൊണ്ടുപോകുന്നത്? ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള വളഞ്ഞിരിക്കുന്ന കൂർത്ത നഖങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വളഞ്ഞിരിക്കുന്ന കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഇരകളെ പിടിച്ചു കൊണ്ടുപോകുന്നത്. സോ മാംസാഹാരികളായ പക്ഷികൾക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് വൺ ആണ് നമ്മുടെ ഹെർബിവോസ്, അതായത് നമ്മുടെ സസ്യാഹാരികൾ. പുല്ല്, ഇല, ഇതൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഹെർബിവോസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് ആനിമൽസ് ആയിട്ടുള്ള നമ്മുടെ കൗ, ഗോട്ട്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഹെർബിവോസ് ആണ്, സസ്യാഹാരികളാണ്. സോ ദേ ഹാവ് സ്യൂട്ടഡ് ടു ച്യൂ പ്ലാന്റ് പാർട്സ്. അതായത് പ്ലാന്റ് പാർട്സിനെ കഴിക്കാനുള്ള ഒരു ച്യൂയിങ് ടൈപ്പ് ഓഫ് ടീത്ത് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കും. അവരുടെ പല്ല് നോക്കിക്കേ, ഇങ്ങനെ ഒരേപോലത്തെ കുറേ പല്ലുകൾ ഉണ്ടായിരിക്കും. ഇത് വെച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? പുല്ലും ഇലകളൊക്കെ ഇങ്ങനെ ചവച്ചരയ്ക്കുന്നത്. സോ ബലമേറിയ കാലുകളും കൂർത്ത് വളഞ്ഞ നഖങ്ങളും ഇവയെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാട്ടും മക്കളെ ഇങ്ങനെ പഠിച്ചാൽ മതി. ച്യൂ പ്ലാന്റ് പാർട്സിനെ ഇങ്ങനെ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചവച്ചരയ്ക്കാൻ സാധിക്കുന്ന പല്ലുകളാണ് ഹെർബിവോസിന് ഉണ്ടായിരിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കൾ? എല്ലാവരും പഠിക്കണം. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യുക. അതുകൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ലൈവ് ആരും മിസ്സാക്കരുത്. ഇന്ന് കറക്റ്റ് 7:30 കാണാം.